KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം പട്ടന്നൂരിലെ ഷുഹൈബ് കേസിൽ ഞങ്ങളെ ഷുഹൈബിന്റെ കുടുംബം പ്രതിപക്ഷ നേതാവ് വഴി ഞാനും മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തു. എന്തായിരുന്നു അപേക്ഷ? ആ കേസിൽ ഒരു പ്രത്യേക പ്രോസിക്യൂട്ടറെ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നായിരുന്നു. കൃപേഷ് ശരത്ലാൽ കേസിൽ ശിക്ഷ വാങ്ങിക്കൊടുത്ത ആ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഷുഹൈബ് കേസിൽ ആ കുടുംബത്തിന്റെ ചെലവിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തിട്ട് മാസങ്ങളായി. ഇതുവരെയും ആ ഫയൽ അനങ്ങിയിട്ടില്ല. മനഃപൂർവ്വം അത് വെച്ച് താമസിപ്പിക്കുകയാണ്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ജയിലിൽ ആർപ്പ് വിളികളോടെയാണ് മാർക്സിസ്റ്റ് നേതാക്കന്മാർ സ്വീകരിച്ചത്. മവീൻ ബാബുവിന്റെ ദാരുണ മരണത്തിൽ ഉത്തരവാദിയായ പ്രതിയെ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയും കേന്ദ്ര കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് കണ്ണൂർ ജയിലിലെത്തിയത്. അപ്പൊ അക്രമ കൊലപാതക രാഷ്ട്രീയങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുന്നു. ഗാന്ധി സ്തൂപം കണ്ണൂരിൽ മലപ്പട്ടത്ത് ഞാൻ മിനിഞ്ഞാന്ന് അവിടെ പോയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ്, പറമ്പിലാണ് ആ ഗാന്ധി സ്തൂപം സ്ഥാപിച്ചത്. അത് തകർത്ത് തരിപ്പണമാക്കുക മാത്രമല്ല ചെയ്തത്, CPM-ന്റെ ജില്ലാതല നേതാവ് സംസ്ഥാന സെക്രട്ടറിയുടെ നിയോജക മണ്ഡലത്തിൽ ജില്ലാതല നേതാവ് പ്രസംഗിച്ചത്, വെല്ലുവിളിച്ചത് കേരളത്തിൽ എവിടെയും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ്. ഗാന്ധി സ്തൂപത്തെ RSSകാരും BJP-കാരും ആക്രമിക്കുന്നതും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ഗാന്ധിയെ നിന്ദിക്കുന്നതും മനസ്സിലാക്കാം. CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗാന്ധി സ്തൂപം കേരളത്തിൽ എവിടെയും സ്വകാര്യ സ്ഥലങ്ങളിൽ പോലും സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളി ഉയർത്തിയത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആഭ്യന്തര വകുപ്പ് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം എന്താണ്? ഈ നേതാവിന്റെ നയം, സമീപനം തെറ്റാണെങ്കിൽ അത് തിരുത്താൻ CPM തയ്യാറാകുമോ? ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അക്രമ രാഷ്ട്രീയത്തിന്റെ കഥ അതാണെങ്കിൽ കടയ്ക്കൽ ക്ഷേത്രോത്സവത്തിൽ CPM-ന്റെ വിപ്ലവ ഗാനങ്ങളാണ് ആലപിക്കുന്നത്. ഹൈക്കോടതി ഇടപെടേണ്ടതായിട്ട് തോന്നുന്നു. തലശ്ശേരി ക്ഷേത്രോത്സവം, അവിടെയും ആ ക്ഷേത്രോത്സവത്തിന്റെ സുപ്രധാനമായ ചടങ്ങുകളുടെ സമയത്താണ് CPM അനുകൂല മുദ്രാവാക്യം ഉയർന്നത്. BJP-കാർ മുദ്രാവാക്യം വിളിച്ചു. പോലീസ് അത് സമാധാനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ആ പോലീസുകാരെ നിലത്തിട്ടി ഔട്ടി. നിയമസഭയിൽ ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അവതരണാനുമതി തേടിക്കൊണ്ടുള്ള പ്രസംഗത്തിന് പോലും അനുവാദം കിട്ടിയില്ല. അവസാനം അവിടുത്തെ 2 SI-മാർ, ഒരു വനിതാ SI ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിക്കൊണ്ട് അവര് പരാതി കൊടുത്തു, അന്യായം കൊടുത്തു. അവരുടെ പെറ്റീഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. ആ FIR-ലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അതിലെ പരാതിക്കാരായ വനിതാ SI ഉൾപ്പെടെയുള്ള പരാതിക്കാരെ തലശ്ശേരിയിൽ നിന്ന് സ്ഥലം മാറ്റിക്കൊണ്ട് CPM-കാർ എന്ത് വെല്ലുവിളിച്ചോ അത് നടപ്പിലാക്കുന്ന സമീപനമാണ് നടക്കുന്നത്. സഹകരണ തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവമല്ല. സഹകരണ സംഘങ്ങളിലെ അഴിമതിയും അതിലെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും എല്ലാം കേരളത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. CPM നേതൃത്വത്തിന്റെ ഒത്താശയിലാണ് നടക്കുന്നത്. അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണമില്ല. കോൺഗ്രസും UDF ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ കുപ്രസിദ്ധ AKG മോഡൽ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുകയാണ്. മറ്റൊരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർഡുകളുടെ എണ്ണം കൂട്ടി. എന്തിനു വേണ്ടിയാണ്? എല്ലാ തദ്ദേശ വാർഡുകളും വീണ്ടും വിഭജനം നടത്തുന്നതിന് വേണ്ടിയാണ്. അതിർത്തി നിർണയം വീണ്ടും നടത്തുന്നതിന് വേണ്ടിയാണ് വാർഡുകളുടെ എണ്ണം കൂട്ടിയത്. അതിർത്തി നിർണയം ഇപ്പം എന്താണ്? തീർത്തും അശാസ്ത്രീയമാണ്. കാലിനൊപ്പിച്ച് ചെരുപ്പ് മുറിക്കേണ്ടതിന് പകരം ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്ന അവസ്ഥയാണ്. വാർഡുകളെല്ലാം അശാസ്ത്രീയമായിട്ട് വെട്ടിമുറിച്ചിരിക്കുന്നു. അതിന് ഫയൽ ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് പരാതികളുണ്ടായിരുന്നു. ആ പരാതികളുടെ അന്വേഷണം കേവലം പ്രഹസനമാണ്. പല സ്ഥലത്തും ഒരു പഞ്ചായത്തിന്റെ 8ഉം 10ഉം പരാതികൾ കേൾക്കാൻ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര്, കമ്മീഷൻ അംഗങ്ങൾ വന്നിട്ട് 1 മിനിറ്റ് പോലും അവസരം കിട്ടിയില്ല. ഒരു പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളുടെ പരാതികൾ കേൾക്കാൻ 1 മിനിറ്റ് പോലും അവസരം കൊടുത്തില്ല. പെൻസിലിനാണ് എഴുതിയെടുത്തത്. പരാതിക്കാർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ പെൻസിലിനാണ് എഴുതിയെടുത്തത്. എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി തദ്ദേശ വാർഡുകളെ CPM-ന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് വാർഡുകളെ വെട്ടിമുറിച്ച് വികൃതമാക്കിയിരിക്കുന്നു. മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. വന്യമൃഗശല്യത്തിന് ഒരു പരിഹാരമില്ല.
KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ്.